ഈ മടിയൻ മല ചുമക്കുന്നുള്ള പഴഞ്ചൊല്ല് എന്റെ ലൈഫിൽ പ്രാവർത്തികമാക്കുന്ന ടൈമാണ് എന്റെ അവധി ദിവസങ്ങൾ. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫുട്ബോളിന്റെ ഫൈനൽ കാണാൻ വേണ്ടിയിട്ട് മുറിയിൽ നിന്ന് സൗകര്യാർത്ഥം എടുത്ത് ഹാളിലേക്ക് ഇട്ട ബെഡാണ്. സുഖമായിട്ട് കിടന്നുകൊണ്ട് ടി വി കാണാനുള്ള ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് മാറ്റാം നാളെ മാറ്റാന്ന് പറഞ്ഞ് അത് അങ്ങോട്ട് നീണ്ടു. പിന്നെ ഇത് കർക്കിടക കഞ്ഞിക്കിറ്റ്. കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ എന്തായാലും ഇത്തവണ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് മേടിച്ചു വെച്ചതാണ്. കർക്കിടക ഏകദേശം പാതിയായി, ഇതുവരെ കഞ്ഞി അടുപ്പേ കയറിയിട്ടില്ല. എന്റെ കെട്ടിയോൻ വീട്ടിലാത്ത ദിവസമോ ഉച്ചയ്ക്ക് കഴിക്കാൻ വരാത്ത ദിവസമോ ഒക്കെ ആണെങ്കിൽ കുക്ക് എനിക്ക് നല്ല മടിയായിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് അവധി കൂടിയാണെങ്കിൽ പറയുകയും വേണ്ട. ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച എന്റെ ഗോൾഡൻ ഫിഷ് ആണ് കേട്ടോ. ഇതിന് ഇത്രയധികം വേസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാഴ്ചയിൽ ഏറ്റവും ഭംഗി തോന്നിയോണ്ട് തന്നെ കൂടുതലൊന്നും അന്വേഷിക്കാണ്ട് 4 എണ്ണത്തെ അങ്ങോട്ട് മേടിച്ചു. ഇപ്പൊ ഡെയിലി വെള്ളം മാറ്റിയിട്ട് പോലും അതൊന്നും വൃത്തിക്കിരിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. നമ്മൾ പറഞ്ഞോണ്ടിരുന്നിടത്തു പോയല്ലോ. അങ്ങനെ അവധി ദിവസമായിട്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിച്ച് ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കം ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ എനിക്ക് റിഗ്രറ്റ് അടിക്കാൻ തുടങ്ങും. എന്താണോ ഇന്നത്തെ ദിവസം ഒന്നും ചെയ്യാണ്ട് അങ്ങോട്ട് തീർന്നല്ലോ എന്നുള്ള സങ്കടം. അപ്പൊ എവിടുന്നോ എന്തെന്നില്ലാത്തൊരു എനർജി അങ്ങോട്ട് കയറി വരും. ഒപ്പം തന്നെ അന്ന് ചെയ്തു തീർക്കാനുള്ള പണികളുടെ ഒരു ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കും. ഇന്നലെ വൈകിട്ട് കൊളീഗ്സ് ആയിട്ട് ചെറിയൊരു ഔട്ടിംഗ് ഉണ്ടായിരുന്നോണ്ട് തന്നെ വന്നത് ലേറ്റ് ആയിട്ടാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നിട്ട പണികളുടെ ലിസ്റ്റ് കുറച്ച് കൂടുതലുമാണ്. വീട് മൊത്തത്തിലൊന്ന് അടുക്കി പറക്കാനുണ്ടായിരുന്നു. പിന്നെ തൂത്തുവാരണം, തുടയ്ക്കണം, തുണി അലക്കണം, അത് വിരിച്ചിടണം, ഉണങ്ങിയ തുണി എടുത്തുകൊണ്ട് വന്ന് മടക്കി വെക്കണം. പിന്നെ പറ്റിയ കുളിയെല്ലാം കഴിഞ്ഞ് അത്താഴത്തിന് കർക്കിടക കഞ്ഞിയും ഉണ്ടാക്കാന്ന് വെച്ചു. ലിസ്റ്റ് ഇട്ട പോലെ തന്നെ കാപ്പി ഒരു ഗ്ലാസ് എടുത്ത് ടിവിയും വെച്ച് പണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ചു വന്ന് കഞ്ഞി ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കിയപ്പോഴാണ് ഈ ഉലുവയും പയറും ഒക്കെ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കേണ്ടതാണെന്നുള്ളത് അറിഞ്ഞത്. ഇനി അങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിലും പയറൊക്കെ വെന്തോളും എന്നുള്ളത് അറിയാമെങ്കിലും ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതല്ലാതെ അതിൻ്റെതായ രീതിക്ക് തന്നെ ഉണ്ടാക്കാന്ന് വെച്ചു. പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ ആ കഞ്ഞി എങ്ങ് ഉണ്ടാക്കി കുടിച്ചത്. അങ്ങനെ അധികം ഇഷ്ടപ്പെടാത്ത കഞ്ഞി കഷ്ടപ്പെട്ട് കുടിച്ചിട്ട് ഇനി ഇത് ആവർത്തിക്കില്ല എന്നുള്ള ഉറപ്പില് ഞങ്ങൾ മന്ത്ലി പർച്ചേസിന് അങ്ങോട്ട് ഇറങ്ങി. പാലും പച്ചക്കറിയും നോൺ വെജും അത്യാവശ്യത്തിന് എടുത്തും ബാക്കിയുള്ളവ കുറച്ച് അധികം എടുത്തും 1 മാസത്തേക്കുള്ള പർച്ചേസും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്കും പോന്നു.